പുഷ്പ 2വിൻ്റെ പ്രീമിയർ ഷോയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ തെന്നിന്ത്യയിലെ സൂപ്പർ താരം അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് പോലീസ്. അല്ലു അർജുനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് അല്ലു അർജുനെ റിമാൻഡ് ചെയ്തത്. അതേസമയം അല്ലു അർജുനെ ജയിലിലേക്ക് അയക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. തെലങ്കാന ഹൈക്കോടതി അല്ലു അർജുൻ്റെ ഹർജി പരിഗണിക്കുകയാണ്. അല്ലു അർജുനെ ജയിലിലേക്ക് അടയ്ക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനത്തിന് ശേഷമേ ഒരു അവസാനവട്ട തീരുമാനമുണ്ടാകൂ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഭാരതീയ ന്യായ സംഹിതയുടെ ഇന്ത്യയുടെ ക്രിമിനൽ നിയമത്തിൻ്റെ ശക്തി തന്നെയാണ് അല്ലു അർജുൻ്റെ കാര്യത്തിൽ ഇവിടെ വെളിവാക്കപ്പെടുന്നത്. അല്ലു അർജുൻ ഈ കേസിൽ നേരിട്ട് എത്രമാത്രം പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട്. ഈ കേസിൽ 11ാം പ്രതിയാണ് അല്ലു അർജുൻ. അല്ലു അർജുന് നേരിട്ട് പങ്കില്ല എന്ന് തന്നെ ഉറപ്പിക്കാവുന്നൊരു കേസാണ്. എന്നിട്ടും അല്ലു അർജുനെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണമെങ്കിൽ എത്രത്തോളം ശക്തമാണ് നമ്മുടെ നിയമ സംവിധാനം എന്നാണ് ഇവിടെ തെളിയിക്കപ്പെടുന്നത്. ഒരു കേസിലെ 11ാം പ്രതിയാണ്. പ്രതി ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന, ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു നടനാണ്. വലിയ സമ്പത്തുണ്ട്, കൊട്ടാര സമാനമായ വീടുണ്ട്, 1500-ലധികം കോടിയുടെ ആസ്തിയുണ്ട്, അറിയപ്പെടുന്ന ഇന്ത്യയിലെ നടനാണ്, ലക്ഷക്കണക്കിന് ആരാധകരുടെ ആരാധനാപാത്രമാണ്. എന്നിട്ടും നിയമം നടപ്പാക്കാൻ അത് തടസ്സമായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. തെലങ്കാന സർക്കാരിൻ്റെ കർക്കശമായ ഇടപെടൽ തന്നെയാണ് ഈ വിഷയത്തിൽ അല്ലു അർജുൻ്റെ അറസ്റ്റിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. ഇത് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ നടക്കുമോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്നത്. കേരളത്തിൽ ഒരു സിനിമാ നടനെതിരെ, കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു ആരോപണം ഉണ്ടായാൽ എന്തായിരിക്കും അതിലെ നടപടി? ഒരു ചുക്കും ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ എത്രയോ നടന്മാർക്കെതിരെ പീഡന പരാതികൾ വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ സർക്കാർ നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷനായ ഹേമ കമ്മിറ്റി തന്നെ കണ്ടെത്തിയ റിപ്പോർട്ടിൽ അതിൽ തന്നെ എത്ര നടന്മാർക്കെതിരെ പീഡന ആരോപണങ്ങൾ സ്ത്രീകൾ ഉയർത്തി. അതിന് പിന്നാലെ എത്രയോ സിനിമാ താരങ്ങൾക്കെതിരെ നടിമാർ രംഗത്ത് വന്നു. പരസ്യമായി അവർ പരാതി പറഞ്ഞു, പോലീസിൽ പരാതി നൽകി. എന്നിട്ടും എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ കേരളത്തിലെ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ചോദ്യം ചെയ്യുന്നു, അന്വേഷണം നടക്കുന്നു, മൊഴിയെടുക്കുന്നു എന്നൊക്കെ ഒഴുക്കൻ മട്ടിൽ പറയുന്നതല്ലാതെ കാര്യക്ഷമമായ ഒരു അന്വേഷണം ഈ കേസുകളിൽ, ഈ പരാതികളിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എത്ര പരാതികൾ ഉയർന്നു, എത്ര അന്വേഷണങ്ങളുണ്ടായി. മുഖ്യമന്ത്രിയും കുടുംബവും ചേർന്ന് വിദേശത്ത് നിന്ന് സ്വർണം കടത്തിയെന്നും ഡോളർ കടത്തിയെന്നും വരെ ആരോപണമുയർന്നു. അതിന് മൊഴി നൽകാൻ ദൃക്സാക്ഷി അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ അറിവുള്ള സ്വപ്ന സുരേഷ് അടക്കം രംഗത്ത് വന്നതല്ലേ? ഇഡിക്ക് പരാതി നൽകിയതല്ലേ? മൊഴി നൽകിയതല്ലേ? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് സ്വപ്ന സുരേഷ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞതല്ലേ? എന്ത് നടപടിയുണ്ടായി? മുഖ്യമന്ത്രിക്കെതിരെ പേരിനെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായോ? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖമായ, കൊച്ചിയിലെ പ്രമുഖമായ കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രയവിക്രയത്തിൽ വലിയ ആക്ഷേപമല്ലേ ഉയർന്നത്? ഇഡി അന്വേഷിച്ചു. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്ന മറ്റ് ഏജൻസികൾ അന്വേഷിച്ചു. ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിയം സെറ്റിൽമെൻറ്റ് ബോർഡ് തന്നെ ആ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമെന്ന് കണ്ടെത്തിയതല്ലേ? എന്നിട്ട് പേരിനെങ്കിലും ഒരു നടപടി ഉണ്ടായോ? പലതവണ ചോദ്യം ചെയ്യൽ നടന്നു എന്നുള്ളത് പറയുന്നതല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് ഇപ്പോൾ ഹൈദരാബാദിൽ താമസിക്കുന്ന അല്ലു അർജുനെ വീട്ടിൽ ചെന്ന് കിടപ്പുമുറിയിൽ നിന്ന് പിടിച്ചിറക്കി അറസ്റ്റ് ചെയ്ത അവിടുത്തെ പോലീസിൻ്റെയും അവിടുത്തെ സർക്കാരിൻ്റെയും ആ കർക്കശമായ നിയമസംരക്ഷണത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അല്ലു അർജുൻ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എങ്കിൽ പോലും ഇത്തരമൊരു കേസിൽ, ആ കേസ് പ്രമാദമായത് 39 വയസ്സുകാരിയായ യുവതിയുടെ മരണത്തോടു കൂടിയാണ്. ആ കേസിൽ ഗൗരവമായ ഇടപെടൽ ഒരു സംസ്ഥാന സർക്കാർ നടത്തി എന്നുള്ളതാണ് ഇവിടെ തെളിയുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 106, 118A വകുപ്പുകൾ പ്രകാരം 5 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്നത്. വേണമെങ്കിൽ മജിസ്ട്രേറ്റിന് ജാമ്യം തന്നെ നൽകാവുന്ന വകുപ്പ് കൂടിയാണ്. എന്നിട്ടും ഇത്രയും വലിയ നടനാണെന്ന് അറിഞ്ഞിട്ടും അതൊന്നും ചിന്തിക്കാതെ, അതൊന്നും നോക്കാതെ, നടൻ്റെ സാമ്പത്തികമോ നടൻ്റെ പ്രശസ്തിയോ നടൻ്റെ കുടുംബ മഹിമയോ നടൻ്റെ സിനിമാ നടനമോ ഒന്നും തന്നെ പരിഗണിക്കാതെ നിയമം നടപ്പാക്കുക എന്ന
ഒരു തീരുമാനമാണ് തെലങ്കാന സർക്കാർ സ്വീകരിച്ചത്. ഇവിടെയാണ് നിയമത്തെ എങ്ങനെ നടപ്പാക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആയി ഈ കേസ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇതിനെ താരതമ്യം ചെയ്യേണ്ടത് നമ്മുടെ കേരളവുമായിട്ടാണ്. കേരളത്തിലായിരുന്നു ഈ ഒരു അവസ്ഥയെങ്കിലോ ഈ നടൻ നിഷ്പ്രയാസം ഊരിപ്പോയതിനെ ഈ നടൻ്റെ ഒരു രോമത്തിൽ പോലും സംസ്ഥാന സർക്കാർ തൊടില്ലായിരുന്നു. കാരണം ആദ്യം പരിഗണിക്കുന്നത് നടൻ്റെ സാമ്പത്തിക സ്ഥിതിയാണ്, രണ്ടാമത് സോഷ്യൽ സ്റ്റാറ്റസാണ്, മൂന്നാമത് നടൻ്റെ താരപിന്തുണയാണ്, ജനകീയ പിന്തുണയാണ്. ഇതൊക്കെയായിരിക്കും കേരളത്തിൽ ആദ്യം പരിഗണിക്കുക. അതുകൊണ്ടാണ് കേരളത്തിൽ അഴിമതി നടത്തിയിട്ടും ബലാത്സംഗം നടത്തിയിട്ടും പീഡനം നടത്തിയിട്ടും ഈ ഉന്നതന്മാർ VIP-കൾ സധൈര്യം വിഹരിക്കുന്നത്. അതാണ് കേരളത്തിൻ്റെയും അവസ്ഥ. കേരളവും തെലങ്കാനയുമായിട്ടുള്ള പ്രധാനപ്പെട്ട ആ വ്യത്യാസം ഇതാണ്. എന്തായാലും അല്ലു അർജുനെ ജയിലിലേക്ക് അടയ്ക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിഷയം. പുഷ്പ 2-ന്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് തലേ ദിവസം നടന്ന പ്രീമിയർ ഷോയ്ക്കിടെയാണ് അപകടമുണ്ടായത്. പഴയകാല സിനിമാ കോംപ്ലക്സായ സന്ധ്യ തിയേറ്ററിലായിരുന്നു പ്രീമിയർ ഷോ നടന്നത്. പ്രീമിയർ ഷോയ്ക്ക് ഭർത്താവിൻ്റെയും മകൻ്റെയും മകളുടെയും ഒപ്പം എത്തിയതായിരുന്നു രേവതി. എന്നാൽ പെട്ടെന്നാണ് തിക്കും തിരക്കുമുണ്ടായത്. ഈ തിയേറ്ററിലേക്ക് അല്ലു അർജുനും കുടുംബസമേതം സിനിമാ മേഖലയിലുള്ള മറ്റ് പലരും എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നില്ല. എന്നാൽ പൊടുന്നനെ അല്ലു അർജുൻ തുറന്ന ജീപ്പിലേക്ക് എത്തി. ഇതോടുകൂടി സ്ഥിതിഗതികൾ കൈവിട്ടു. വലിയ ഉന്തും തള്ളുമുണ്ടായി, തിക്കും തിരക്കുമുണ്ടായി. ഈ ഘട്ടത്തിൽ മകനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ രേവതി നിലത്ത് വീഴുകയായിരുന്നു. ആളുകളുടെ ചവിട്ടേറ്റാണ് രേവതി മരണപ്പെട്ടത്. മകന് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഈ വിഷയത്തിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തിയ അല്ലു അർജുൻ കുടുംബത്തിന് 25 ലക്ഷം രൂപ സാമ്പത്തിക സഹായവും നൽകിയിരുന്നു. എന്നാൽ ഈ കേസിൽ തിയേറ്റർ ഉടമകളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനു പിന്നാലെയാണ് ഇന്നിപ്പോൾ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജൂബിലി ഹിൽസിലെ ആഡംബര വസതിയിലെത്തിയാണ് പോലീസ് അല്ലു അർജുനെ കസ്റ്റഡിയിലെടുത്തത്. ഈ സമയം അല്ലു അർജുൻ വിശ്രമിക്കുകയായിരുന്നു. പ്രാതൽ കഴിക്കാനുള്ള സമയം ലഭിച്ചില്ല. ബെഡ്റൂമിലെത്തി എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്ന് അടക്കമുള്ള പ്രതികരണങ്ങൾ അല്ലു അർജുൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പോലീസുമായി വാക്കേറ്റമുണ്ടായി എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അല്ലു അർജുനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, മനഃപൂർവ്വം ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഒപ്പം സന്ധ്യ തിയേറ്റർ മാനേജ്മെൻറ്റ്, അല്ലുവിൻ്റെ പ്രൈവറ്റ് സെക്യൂരിറ്റി ചുമതലയുള്ള ആളുകൾ. പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ നൽകിയ ഹർജി അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിക്കാമെന്ന് കോടതി അറിയിക്കുകയും ചെയ്തു. അല്ലു അർജുൻ്റെ അറസ്റ്റിനെതിരെ തെലങ്കാനയിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. അല്ലു അർജുൻ്റെ അറസ്റ്റ് രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടാണെന്ന് ഒരു വിഭാഗം ആരോപണം ഉന്നയിക്കുന്നു. അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിൽ നൂറുകണക്കിന് ആരാധകരാണ് തടിച്ചുകൂടിയത്. വലിയ പോലീസ് സന്നാഹമാണ് ഈ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് ഒരുക്കിയിരുന്നത്. സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലിന് ശേഷം അല്ലു അർജുനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയി. തുടർന്ന് ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയായിരുന്നു. അല്ലു അർജുൻ്റെ അറസ്റ്റിന് തിരക്കിട്ട നീക്കമാണ് പോലീസ് നടത്തിയത്. നടൻ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ജുബിനഹള്ളിയിലെ വസതിയിലെത്തി അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. അതിനിടെ അല്ലു അർജുൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സമ്മിശ്ര പ്രതികരണമാണ് തെലങ്കാനയിൽ ഉയരുന്നത്. ഒരു തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചത് ഖേദകരമാണ്. അതേസമയം അതിൽ നേരിട്ട് അല്ലു അർജുന് എന്ത് പങ്കുണ്ട് എന്ന കാര്യം കൂടിയാണ് രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യുന്നത്. അതേസമയം പോലീസിനെതിരെ പുതിയ ആക്ഷേപവുമായി സന്ധ്യ തിയേറ്റർ ഉടമകൾ രംഗത്തെത്തി. അല്ലു അർജുൻ വരുന്ന വിവരം 2 തവണ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നുവെങ്കിലും പോലീസ് കാര്യമായ സുരക്ഷ ഒരുക്കാൻ ശ്രമിച്ചില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലു അർജുൻ്റെ യാത്രയെക്കുറിച്ച് അറിയിച്ചില്ല എന്ന കാര്യമാണ് നേരത്തെ മുതൽ പോലീസ് അധികാരികൾ നൽകുന്നത്. എന്നാൽ ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സന്ധ്യ തിയേറ്റർ ഉടമകൾ രംഗത്ത് വന്നിരിക്കുന്നത്. 2 തവണയാണ് അല്ലു അർജുൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത്. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്ന ആക്ഷേപമാണ് ഇപ്പോൾ സന്ധ്യ തിയേറ്റർ ഉടമകൾ ഉയർത്തുന്നത്.